السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. അള്ളാഹുവിൻ്റെ ദീൻ വ്യക്തമായി പഠിച്ചു മനസ്സിലാക്കുകയും കലർപ്പില്ലാത്ത തൗഹീദിൽ അടിയുറച്ച് ജീവിതം നയിക്കുകയും ചെയ്യണം എന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കപ്പെടുമ്പോൾ ഹൃദയങ്ങൾ പേടിക്കുന്നവർ മാത്രമാണ് മുഅ്മിനുകൾ. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെടുമ്പോൾ അവരുടെ ഈമാൻ വർദ്ധിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ റബ്ബിൽ മാത്രം ഭരമേൽപ്പിക്കുന്നവരാണ്. വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ലാത്തവണ്ണം വ്യക്തമാണ്. ആരാണ് സത്യവിശ്വാസികൾ? അള്ളാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, അതായത് ദീന് ചർച്ച ചെയ്യുമ്പോൾ അവർക്ക് ഹൃദയത്തിൽ പേടി വരും. ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലല്ലോ, സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കുന്നില്ലല്ലോ എന്നൊരു ബേജാറ് വന്നാൽ നമ്മൾ മുഅ്മിനുകളാണ്. രണ്ടാമതായി, ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെടുമ്പോൾ ഈമാൻ വർദ്ധിക്കും. അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കും. നമ്മൾ ദുനിയാവിലെ ഏതെങ്കിലും സിസ്റ്റങ്ങളിൽ ഭരമേൽപ്പിക്കുന്നവരല്ല. സർക്കാർ വിചാരിച്ചാൽ നടക്കും, ബാപ്പ വിചാരിച്ചാൽ നടക്കും, ഉസ്താദ് വിചാരിച്ചാൽ നടക്കും, നിങ്ങൾ വിചാരിച്ചാൽ നടക്കും, പാർട്ടി വിചാരിച്ചാൽ നടക്കും. ഇങ്ങനൊന്നും ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയില്ല. ഇത്ര നിസ്സാരമായ കാര്യങ്ങളാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ തൗഫീഖുണ്ടെങ്കിൽ മാത്രമാണ് നടക്കുക. അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കും. ഇത് മുഅ്മിനുകളുടെ പ്രത്യേകതയാണ്. സൂറത്ത് തൗബയിൽ തന്നെ തൊട്ടടുത്ത ആയത്തിൽ പറയുന്നത്, വൈദാ മാ ഉൻസിലത്ത് സൂറത്തും ഫമിൻഹും മൻ യഖൂലു അയ്യുക്കും സാദത്തുഹു ഹാദിഹി ഈമാന. ഓരോ സൂറത്ത് ഇറങ്ങുമ്പോഴും ചോദിക്കും, ആർക്കാണ് ഈമാൻ വർദ്ധിച്ചത്? സത്യവിശ്വാസികൾക്ക് ഈമാൻ വർദ്ധിക്കും. ഓരോ സൂറത്ത് പഠിക്കുമ്പോഴും ഓരോ ആയത്ത് പഠിക്കുമ്പോഴും ഈമാൻ വർദ്ധിക്കും. ഫഅമ്മല്ലദീന ആമനൂ ഫസാദതുഹും ഈമാന. സത്യവിശ്വാസികൾ അവർക്ക് ഈമാൻ വർദ്ധിക്കും. വഹും യസ്തബ്ശിറൂൻ. അവർ സന്തോഷിക്കുന്നവരാണ്. ഇതേ പ്രകാരം തന്നെ ഖുർആൻ പറയുന്നു. സൂറത്ത് തൗബയിലെ തന്നെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. വഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം മറളുൻ ഫസാദതുഹും റിജ്സൻ ഇലാ റിജ്സിഹിം. ഹൃദയത്തിൽ രോഗമുള്ളവർ അഥവാ മുനാഫിക്കുകൾ, ഈമാൻ ഇല്ലാത്തവർ, അവരുടെ ഹൃദയത്തിൽ മ്ലേച്ഛതയ്ക്കുമേൽ മ്ലേച്ഛതയാണ് വർദ്ധിക്കുക. വമാത്തു വഹും കാഫിരീൻ. കാഫറുകളായിട്ടാണ് അവർ മരണപ്പെടുക. അപ്പം മുനാഫിക്കുകൾക്ക് കുഫ്റാണ് വർദ്ധിക്കുന്നത്, സത്യവിശ്വാസികൾക്ക് ഈമാനാണ് വർദ്ധിക്കുന്നത് എന്ന് കൃത്യമായി പഠിപ്പിച്ചു. ഇതിൽ നിന്ന് ഉരുത്തിരിയുന്ന ആശയം, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹു പഠിപ്പിച്ച ഇബാദത്തുകളിൽ മുഴുകും തോറും, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കും തോറും, അള്ളാഹുവിന്റെ ആയത്തുകൾ പാരായണം ചെയ്യും തോറും, ദിക്റുകളിലായിരിക്കും തോറും അവരുടെ ഈമാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അമലുകൾ കുറയുമ്പോഴോ, ഇബാദത്തുകൾ കുറയുമ്പോൾ, സുന്നത്തുകൾ കുറയുമ്പോൾ, നിസ്കാരം കുറഞ്ഞു, നോമ്പ് കുറഞ്ഞു, ദിക്റുകൾ കുറഞ്ഞു, ഖുർആൻ പാരായണം കുറഞ്ഞു, അങ്ങനെ വരുമ്പോൾ അവരുടെ ഈമാൻ കുറയും. പുണ്യങ്ങളിലൂടെ ഈമാൻ വർദ്ധിക്കുകയും പാപങ്ങൾ കാരണമായി ഈമാൻ കുറയുകയും ചെയ്യും എന്നുള്ളതാണ്
അഹ്ലുസുന്നയുടെ അടിസ്ഥാന വിശ്വാസം. ഈ വിശ്വാസങ്ങളിൽ നിന്ന് വ്യതിചലനം സംഭവിച്ചവരാണ് വ്യതിയാന കക്ഷികളിൽ പലരും. അതിൽ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കക്ഷിയാണ് അൽ മുർജിയ. മുർജിയാക്കൾ എന്ന് കേട്ടിട്ടുണ്ടാവും. ചില ആളുകൾ വിചാരിക്കും നമ്മളെന്തിനാ ഈ ഖവാരിജുകളെക്കുറിച്ചും ഷിയാക്കളെക്കുറിച്ചും മുർജിയാക്കളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നത്? ഇവിടെ മുർജിയ എന്ന് പറഞ്ഞ പാർട്ടി ഇല്ലല്ലോ, ഷിയ എന്ന് പറഞ്ഞ പാർട്ടി ഇല്ലല്ലോ, ഖവാരിജ് എന്ന് പറഞ്ഞ പാർട്ടി ഇല്ലല്ലോ എന്നൊക്കെ ആലോചിക്കും. അങ്ങനെ ആ പേരിലൊരു പാർട്ടി ഉണ്ടാകില്ലായിരിക്കാം. പക്ഷേ അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ പല കാരണങ്ങളാൽ സ്വീകരിക്കുന്ന പ്രസ്ഥാനങ്ങളും സംഘടനകളും സംഘങ്ങളും നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ വ്യതിയാന കക്ഷികളെക്കുറിച്ചും അവരുടെ വിശ്വാസങ്ങളെക്കുറിച്ചും തിരിച്ചറിയണമെന്നും അതിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് യഥാർത്ഥത്തിൽ ഏതൊരു നിലപാടിലാണുള്ളത് എന്ന് പഠിച്ചു മനസ്സിലാക്കണമെന്നും അവർ പറയുന്നത് നമുക്ക് ആ വ്യതിയാന കക്ഷികളുടെ അപകടങ്ങൾ സംഭവിച്ചേക്കാം എന്നുള്ളത് കൊണ്ടാണ്. സതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ല, എന്റെ ഉമ്മത്തി 73 മില്ലത്തായിട്ട് പിരിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ട്. മുസ്ലിം ഉമ്മത്തി 73 വിഭാഗമാകുമെന്ന് പ്രവചിക്കുമ്പോൾ 73 സ്വർഗത്തിലേക്ക് എത്തുമെന്നല്ല, വ്യത്യസ്ത വിശ്വാസങ്ങളുമായി അത് വൈവിധ്യങ്ങൾ മാത്രമാണ് കേവലം. അവസാനം അവരെല്ലാവരും സ്വർഗത്തിൽ തന്നെ എത്തുമെന്നല്ല പഠിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ സാരല്ല നോക്കാം. മറിച്ച് 73 വിഭാഗങ്ങൾ ഈ ഉമ്മത്തിൽ വരുമെങ്കിലും കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തം വാഹിദ, ഒരു മില്ലത്തൊഴികെ. ആ മില്ലത്ത് ഏതാണ്? മാ അന അലൈഹിൽ യൗമ വ സ്വഹാബി എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. രക്ഷപ്പെടുന്ന കക്ഷി നബിയും സഹാബികളും അടിയുറച്ചേർത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅ, സുന്നത്തിന്റെയും അൽ ജമാഅത്തിന്റെയും ആളുകൾ, നബിയുടെയും സഹാബത്തിന്റെയും ആളുകൾ. അതുകൊണ്ട് തന്നെ വ്യതിയാന കക്ഷികൾ നമ്മൾ നന്നായി മനസ്സിലാക്കണം. ഷിയാക്കളെ കുറിച്ച് വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്തു. കഴിഞ്ഞ തവണ നമ്മൾ ഖവാരിജുകളെ കുറിച്ച് ചർച്ച ചെയ്തു. ഖവാരിജുകളെക്കാൾ അപകടകാരികളായ, നമ്മുടെ ഈമാനിനെ ചോർത്തി അവസാനം നമ്മെ മുശ്രിക്കുകളും മുനാഫിക്കുകളുമാക്കി കളയുന്ന ഒരു പിഴച്ച വിശ്വാസമാണ് ഇർജാ. അവരാണ് മുർജിയാക്കൾ. ഏറ്റവും പ്രധാനമായി അവരുടെ പ്രശ്നം എന്താണ് എന്നറിയാമോ? നാട്ടിലുള്ള ആളുകൾ തിന്മകളൊക്കെ ചെയ്യും, വൻകുറ്റങ്ങളൊക്കെ ചെയ്യും, കള്ളുകുടിക്കും, വ്യഭിചരിക്കും, ചിലപ്പോൾ ശിർക്ക് തന്നെ ചെയ്യും. എന്നാൽ അവരെക്കുറിച്ച് നിങ്ങൾ മുശ്രിക്കുകളാണ് എന്നോ കാഫറുകളാണ് എന്നോ പറയാൻ പാടില്ല. അത് അള്ളാഹു തീരുമാനിച്ചോളും. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചോളും എന്നുള്ള വിശ്വാസമാണ്. അതാണ് ഖവാരിജുകളെക്കാൾ അപകടകാരികളായ മുർജിയാക്കൾ. അതുകൊണ്ടാണ് അവരെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അഹ്ലുസുന്നയുടെ വിശ്വാസം എന്താണെന്ന് അറിയാമോ? ഈമാൻ എന്ന് പറഞ്ഞാൽ തസ്ദീഖും ബിൽ ജിനാൻ വഖൗലും ബിൽ ലിസാൻ വഅമലും ബിൽ ജവാരിഹ്. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, നാവ് കൊണ്ട് ഉച്ചരിക്കണം, അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കണം. ഇത് മൂന്നും ചേർന്നതാണ് ഈമാൻ. യസീദു ബിത്താഅത്തി വയൻഖുസു ബിൽ മഅസിയ. പുണ്യങ്ങൾ ചെയ്യുമ്പോൾ ഈമാൻ വർദ്ധിക്കും, പാപങ്ങൾ ചെയ്യുമ്പോൾ ഈമാൻ കുറയും. അപ്പൊ ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഇതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫത്താവയിൽ 20-301 പറയുന്നത് കാണാം. വഅജ്മഅ സലഫു, പൂർവികർക്ക് ഇജ്മാ ഉണ്ട്. അന്നൽ ഈമാന ഖൗലുൻ വഅമലുൻ, ഈമാൻ എന്നാൽ വാക്കും പ്രവർത്തനവും ചേർന്നതാണ്. യസീദു വയൻഖുസു, അത് വർദ്ധിക്കുകയും കുറയുകയും ചെയ്യും. വമഅനാ ദാലിക, അതിന്റെ അർത്ഥം അന്നഹു, ഈമാൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഖൗലുൽ ഖൽബി വഅമലുൽ ഖൽബി സുമ്മ ഖൗലുൽ ലിസാനി വഅമലുൽ ജവാരിഹ്. ഹൃദയം കൊണ്ട് പറയണം, ഹൃദയത്തിൽ അമലുണ്ടാകണം, നാവ് കൊണ്ട് പറയണം, അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കണം. അതാണ് യഥാർത്ഥത്തിൽ ഈമാൻ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഫത്താവയിൽ ഇത് 20-301 വ്യക്തമാക്കുന്നു. സുമ്മ ഫി അവാഖിരി അസ്രി സ്വഹാബ, സ്വഹാബികളുടെ അവസാന കാലത്ത് ഹദസത്തിൽ ഖദരിയ, ഖദരിയ എന്ന് പറയുന്ന ഒരു വ്യതിയാന വിഭാഗമുണ്ടായി. ഇൻഷാ അല്ലാഹ് അവരെക്കുറിച്ച് നാം ഉടനെ ചർച്ച ചെയ്യും. ആരാണ് ഖദരിയാക്കൾ, എങ്ങനെയാണ് നമ്മുടെ ഇടയിൽ ഖദരിയാക്കൾ കടന്നു വന്നിട്ടുള്ളത്, ഇൻഷാ അല്ലാഹ് നമുക്ക് പരിശോധിക്കാം. ഫി ആഖിരി അസ്രി ഇബ്നു ഉമർ വഇബ്നു അബ്ബാസ്, സ്വഹാബികളുടെ കാലഘട്ടത്തിന്റെ അവസാനം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അവരുടെ കാലഘട്ടത്തിന്റെ അവസാനത്തിൽ താബികൾ ജീവിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഖദരിയാക്കൾ വന്നത്. അതേപോലെ ജാബിർ റളിയല്ലാഹു ജീവിച്ചിരിക്കുന്ന കാലത്ത് വഅംസാലിഹി മിന സ്വഹാബ, മറ്റു ചില സ്വഹാബികൾ അവരെ പോലെ. വഹദസത്തിൽ മുർജിഅത്തു ഖരീബൻ മിൻ ദാലിക്, ഏതാണ്ട് അതേ കാലത്തു തന്നെയാണ് മുർജിയാക്കളും ഉണ്ടായത്. വഅമൽ ജഹ്മിയ, എന്നാൽ ജഹ്മിയത്ത് എന്ന വ്യതിയാന കക്ഷി ഫൈനമാ ഹദസു ഫി അവാഖിരി അസ്രി താബീൻ, സ്വഹാബികളുടെ കാലം കഴിഞ്ഞ് താബീങ്ങളുടെ അവസാന കാലഘട്ടത്തിൽ ബഅദ മൗത്തി ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെയും കാലം കഴിഞ്ഞാണ് ജഹ്മികൾ ഉണ്ടായത്. ഇൻഷാ അല്ലാഹ് അതും നമ്മൾ ചർച്ചക്കെടുക്കും. ഇത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു. എന്താണ്
ഈ മുർജിയാക്കളുടെ പ്രധാനപ്പെട്ട അബദ്ധവാദങ്ങൾ. ഒന്ന്, അവർ പറഞ്ഞു ഈമാൻ എന്ന് പറഞ്ഞാൽ അത്തസ്ദീഖു ബിൽ ഖൽബ് വന്നുത്ഖു ബിൽ ലിസാൻ, ഹൃദയം കൊണ്ട് വിശ്വസിക്കലും നാവ് കൊണ്ട് പറയലും മാത്രമാണ് ഈമാൻ. അമലുകൾക്കൊരു പ്രസക്തിയുമില്ല. ഒരാൾക്ക് അമലുണ്ടെങ്കിലും ഇല്ലെങ്കിലും അള്ളാഹുവിൽ വിശ്വസിച്ചാൽ ആത്യന്തികമായി അവർ സ്വർഗത്തിൽ പോകും എന്ന് പറഞ്ഞാൽ അമലിൽ നിസ്കരിക്കാത്തവരെ, കള്ളുകുടിയന്മാരെ, ഇങ്ങനത്തെ ആളുകളൊന്നും അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്നോ അവരുടെ വിശ്വാസം ശരിയല്ലെന്നോ പറയാൻ പാടില്ല. അത് അള്ളാഹുവിലേക്ക് നീട്ടിവെക്കണം. അർജ അയുർജു ഇർജ എന്ന് പറഞ്ഞാൽ നീട്ടിവെക്കുക, സാവകാശം കൊടുക്കുക. കുഫർ ചെയ്യുന്ന ഒരുത്തനെ കണ്ടാൽ നീ കുഫറാണ് ചെയ്യുന്നത് എന്ന് പറയാൻ പാടില്ല. അത് അള്ളാഹുവിലേക്ക് ആ വിധി നീട്ടിവെക്കണം. അതിനാണ് ഇർജ എന്ന് പറയാം. നമുക്കെല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്, പ്രത്യേകിച്ചും കക്ഷിത്വം ഇങ്ങനെ കാണുമ്പം നമുക്ക് അസ്വസ്ഥതയാണ്. പല പാർട്ടികൾ, ഒരു പാർട്ടിയിൽ തന്നെ ഉപപാർട്ടികൾ, എല്ലാവരും കണക്കാണ്. സുന്നി, മുജാഹിദും ജമാഅത്തും എല്ലാ പാർട്ടികളും ഒരുപാട് ഗ്രൂപ്പുകളാണ്. ഈ ഗ്രൂപ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിൽ ഇങ്ങനെ വെന്തുവരും. എന്നിട്ട് നമ്മൾ പറയും ഈ ഗ്രൂപ്പീസൊക്കെ ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ, നിങ്ങൾക്കൊന്ന് മിണ്ടാതിരുന്നൂടെ, ആ നേരം കൊണ്ട് കുറച്ച് അമലെടുത്ത് ദിക്ർ ചൊല്ലിക്കൂടെ, കുറച്ച് നിസ്കരിച്ചൂടെ എന്നൊക്കെ ചോദിക്കും. ഈ ഗ്രൂപ്പീസ് അങ്ങനെ കാണുമ്പോൾ നമുക്കത് ചോദിക്കാം. പക്ഷേ അള്ളാഹു നമ്മളെ ഒരു പരീക്ഷണത്തിനാണല്ലോ ദുനിയാവിലേക്ക് വിട്ടത്. വ്യത്യസ്ത ചിന്തകളും വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങളും വ്യത്യസ്ത ഗ്രൂപ്പുകളും ഉണ്ടാകുമ്പോൾ അള്ളാഹു തൃപ്തിപ്പെടുന്നത് ഏത് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പഠിച്ചു നോക്കി അതിനെ അവലംബിക്കുന്നവർ ആരുണ്ട്? അതല്ല പാരമ്പര്യമനുസരിച്ച് തെറ്റായ വഴിയിലൂടെ തന്നെ അങ്ങനെ തുടർന്നു പോകുന്നവർ ആരുണ്ട്? ഇത് പരിശോധിക്കാൻ. അല്ലാതെ ഇവിടെ ഒരിക്കലും എന്താണ് കക്ഷിത്വത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ആലിയ എന്ന പ്രദേശത്ത് തന്റെ കുടുംബക്കാരെ സന്ദർശിക്കാൻ വേണ്ടി പോയ ഒരു സന്ദർഭം സ്വഹീഹ് മുസ്ലിമിൽ കാണാം. അവർ നബിയോട് നിവേദനവുമായി വന്നു. നബിയോട് 3 കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ നാട്ടിൽ മഴ പെയ്താൽ വെള്ളപ്പൊക്കമാണ്, വെള്ളം ഇറങ്ങിപ്പോകുന്നില്ല, ആ വെള്ളപ്പൊക്കത്തിൽ കൃഷി നശിക്കുന്നു, ഞങ്ങളാകെ കഷ്ടപ്പെടുന്നു. അതേപോലെ മഴയില്ലെങ്കിൽ ഇവിടെ വരൾച്ചയാണ്, വെള്ളം തീരെ കിട്ടുന്നില്ല, ചെടികളൊക്കെ ഉണങ്ങിപ്പോകുന്നു, കന്നുകാലികളൊക്കെ ചത്തുപോകുന്നു. അതുകൊണ്ട് വരൾച്ചയില്ലാതിരിക്കാൻ, ഞങ്ങളുടെ നാട്ടിൽ വരൾച്ചയില്ലാതിരിക്കാൻ അള്ളാഹുവോട് ദുആ ചെയ്യണം. അതേപോലെ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാകാതിരിക്കാൻ ദുആ ചെയ്യണം. 3-മതൊരു കാര്യം പറഞ്ഞു, ഞങ്ങളെന്നും വഴക്കാണ്, ഗ്രൂപ്പിസമാണ്. അതുകൊണ്ട് ഞങ്ങൾ പരസ്പരം കക്ഷിത്വമില്ലാതിരിക്കാൻ വേണ്ടി അങ്ങ് ദുആ ചെയ്യണം. ഇതിൽ ആദ്യത്തെ 2 ദുആയും സ്വീകരിച്ചു. റസൂലുള്ളാഹി ഇത് 3 ദുആ ചെയ്തു. പിന്നെ ജിബ്രീൽ നിന്ന് വഹി വന്നു, ഇതിലെ 2 ദുആ സ്വീകരിച്ചിട്ടുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ സൗദി അറേബ്യയിലെ ഗാലിയ എന്ന് പറയുന്ന ബനു മുആവിയക്കാർ വസിച്ചിരുന്ന സ്ഥലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല, അവിടെ വരൾച്ച ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന അങ്ങനെ തന്നെ സ്വീകരിക്കപ്പെട്ടു. 3-മത്തെ പ്രാർത്ഥന ഉണ്ടല്ലോ, ഞങ്ങളിൽ പരസ്പരം കക്ഷിത്വം ഉണ്ടാകാൻ പാടില്ല, ഞങ്ങളിൽ ഗ്രൂപ്പിസം ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രാർത്ഥിച്ചപ്പോൾ റസൂൽ പറയാണ് ഫമനഅനീഹാ, ആ പ്രാർത്ഥനയുടെ ഉത്തരം അള്ളാഹു എനിക്ക് തടഞ്ഞു, അത് തന്നിട്ടില്ല. കക്ഷിത്വം ഉണ്ടാകാൻ നമ്മൾ മലക്കുകളല്ല, മലക്കുകൾക്കിടയിൽ ഗ്രൂപ്പിസല്ല, അവർക്കിടയിൽ കക്ഷിത്വമില്ല. മനുഷ്യരായതുകൊണ്ട് അവരെ അള്ളാഹു പരീക്ഷിക്കുന്നത് തന്നെ ശരിയായ കക്ഷി ഏത് എന്ന്, അഹ്ലുസുന്ന വൽ ജമാ ആരാണ് എന്ന് ആര് കണ്ടെത്തും എന്ന പരീക്ഷണമാണ് ഈ ലോകത്ത് ജീവിതത്തിൽ അതിന്റെ ലക്ഷ്യം എന്നുള്ളത് കൊണ്ട് കക്ഷിത്വം ഇല്ലാതാക്കാൻ ആർക്കും സാധ്യമല്ല. നമുക്ക് എന്താ സാധിക്കുക? കക്ഷിത്വങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ശരിയായത് ഏത് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതിനുള്ള വകുപ്പുകൾ അള്ളാഹു വെച്ചിട്ടുണ്ട്. പ്രവാചകന്മാരെ അയച്ചു, കിതാബുകൾ തന്നു, ഹദീസുകൾ നമ്മുടെ മുന്നിലുണ്ട്, അത് വ്യക്തമായി പഠിപ്പിച്ചു തരുന്ന ഉലമാക്കൾ നമ്മുടെ അരികിലുണ്ട്. അവരുടെ ആ ആശയം ശരിയായ രൂപത്തിൽ നമ്മുടെ അരികിൽ കിട്ടുമെന്നുള്ളതാണ്. എന്നാൽ ഹൃദയത്തിലും നാവിലും മാത്രമേ ഈമാനുള്ളൂ, അമലുകളിൽ ഈമാൻ ഇല്ല എന്ന് വിശ്വസിച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ആരെയും അമലളക്കാൻ വേണ്ട, നമ്മളത്ര നല്ല മുന്തിയ ആളുകളൊന്നും അല്ലല്ലോ, നമുക്ക് തന്നെ വേണ്ടത്ര നിസ്കാരവും നോമ്പൊന്നുമില്ല, പിന്നെന്തിനാണ് അവൻ ജാറത്ത് പോകുന്നുണ്ടോ, അവൻ ചാവടിന്തരം നടത്തുന്നുണ്ടോ, അവൻ നബിദിനം കഴിക്കുന്നുണ്ടോ, ഇതൊക്കെ നിങ്ങൾ എന്തിനാ നോക്കുന്നത്? അത് അള്ളാഹും അവരുമായി കൊള്ളില്ലേ? ഇത് പറയുന്നവരാണ് മുർജിയാക്കൾ. ഇത് മുർജിയാക്കളുടെ രീതിയാണ്. പിഴച്ച അമലുകളും കുഫ്റിന്റെ അമലുകളും ഷിർക്കിന്റെ അമലുകളും വ്യക്തമായി ആളുകൾ പ്രവർത്തിക്കുമ്പോൾ അത് സാരമില്ല, അവരങ്ങനെ പ്രവർത്തിച്ചു കൊള്ളട്ടെ, അവരുടെ തീരുമാനം സ്വർഗമാണെങ്കിലും നരകമാണെങ്കിലും അത് അള്ളാഹു എടുക്കട്ടെ എന്നുള്ള നിലക്ക് അവരുടെ മേൽ ഹുക്കുമ് പറയാതെ അത് അള്ളാഹുവിലേക്ക് നീട്ടിവെക്കുക എന്നുള്ളതാണ് ഇർജാഇന്റെ ഏറ്റവും വലിയ ദോഷമായി പരിചയപ്പെടുത്തുന്നത്. അവർ പറയുന്നത് അമലുകൾ ഈമാനിൽ പ്രവേശിക്കുന്നേയില്ല, അമലും ഈമാനും ബന്ധമില്ല. നമ്മൾ പഠിച്ചെന്താ? അമലുകൾ നന്നായി ചെയ്യുമ്പോൾ ഈമാൻ വർദ്ധിക്കും. അമലുകളുടെ സ്ഥാനത്ത്, നന്മകളുടെ സ്ഥാനത്ത് പാപങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന, ഹറാമുകളാണ് വരുന്നെങ്കിൽ കാണാൻ പാടില്ലാത്തത് കാണുന്നു, കേൾക്കാൻ പാടില്ലാത്തത് പറയുന്നു, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുന്നു, പറയാൻ പാടില്ലാത്തത് പറയുന്നു. ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തത് നാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈമാൻ കുറഞ്ഞു പോകുമെന്നാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവർ പറയുന്നു അമലുകൾ എത്ര നല്ല അമല് ചെയ്താലും ഈമാൻ കൂടാനും പോകുന്നില്ല,
എത്ര പാപങ്ങൾ ചെയ്താലും ഈമാൻ കുറയാനും പോകുന്നില്ല. ഹൃദയത്തിലെ വിശ്വാസമാണ് അള്ളാഹു നോക്കുന്നത് എന്ന്. ഹൃദയത്തിലേക്ക് അള്ളാഹു നോക്കും എന്നുള്ളത് ശരിയാണ്. പക്ഷെ അമലുകളെ അവഗണിക്കുമെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. അവർ പറയും, അള്ളാഹ് പറഞ്ഞ റസൂലുള്ളാഹി പഠിപ്പിച്ചെന്താ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ ജാറത്ത് പോകുന്നുണ്ടോ, അയാൾ നബിദിനം കഴിക്കുന്നുണ്ടോ, അയാൾ ചാവടിയന്തരം നടത്തുന്നുണ്ടോ, അയാൾ ഉറുക്കുന്നൂരും കിട്ടുന്നുണ്ടോ, ഇതൊക്കെ തന്നെ നമ്മൾ നോക്കുന്നത്. എന്നാൽ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രമല്ല പറഞ്ഞത്. ഒരു വിഷയം പഠിക്കുമ്പോൾ ആ വിഷയത്തിൽ വന്നിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും നോക്കണം. ഹൃദയത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട്, ഹൃദയത്തിൽ ആത്മാർത്ഥമായി സത്യസന്ധമായി, മാത്രവുമല്ല അമൽ അനുസരിച്ച്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ അവന്റെ അമലുകൾ അനുസരിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അവൻ ചെയ്ത അമൽ അനുസരിച്ച്. അപ്പൊ അമലിന്റെ അടിസ്ഥാനത്തിലാണ് ഈമാൻ. നിസ്കാരമില്ലാത്തവരെ കുറിച്ച് അവൻ ഈമാൻ പാഴാക്കി എന്നാണ് ഖുർആൻ പറയുന്നത്. നിസ്കരിക്കാത്തവൻ ഈമാൻ പാഴാക്കി. അപ്പൊ നിസ്കാരം ഈമാനാണ്. നിസ്കാരമുണ്ടെങ്കിലേ ഈമാനുള്ളൂ. ഈമാനിന്റെ പ്രത്യക്ഷമായ അടയാളങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ നന്മകൾ, നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ, നമ്മൾ ഓതുന്ന ഖുർആൻ ആയത്തുകൾ, നമ്മൾ നിർവഹിക്കുന്ന നിസ്കാരങ്ങൾ, നമ്മൾ നോൽക്കുന്ന നോമ്പുകൾ, നൽകുന്ന സക്കാത്തുകൾ, നിർവഹിക്കുന്ന ഹജ്ജുകൾ. ഇതൊക്കെ നമ്മുടെ ഈമാനിന്റെ അടയാളമാണ്. ഈമാനുള്ളവർ നേരം പുലരുന്നത് മുതൽ അമലുകൾ ചെയ്തുകൊണ്ടിരിക്കും. അമലുകളൊന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്നവനോ, എന്റെ ഹൃദയത്തിൽ ഈമാനുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, അതുകൊണ്ട് എന്നെ അങ്ങ് സ്വർഗത്തിൽ എത്തിക്കുമെന്ന് വിചാരിച്ചാൽ അബൂജഹൽ വരെ സ്വർഗത്തിൽ പോകേണ്ടി വരും. ലോകം സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അബൂജഹൽ പറയുന്നത് അള്ളാഹു ആണ് എന്നാണ്. ആരാണെല്ലാം നിയന്ത്രിക്കുന്നത്? അള്ളാഹു ആണ്. പിന്നെ നിങ്ങളുടെ ഈ മറ്റ് ഇലാഹുകളോ, അത് അള്ളാഹുവിലേക്ക് അടുപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ ഒരാൾ എന്ന് മാത്രമേ ഉള്ളൂ. അത് നിർബന്ധമൊന്നുമില്ല അവർക്ക്. അവരെ ഞങ്ങൾ വിളിച്ചാൽ അവർ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും, അവർ അള്ളാഹുവിലേക്ക് ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യും. ഇതേ വിശ്വാസം നമ്മുടെ നാട്ടിലുള്ളവർ വെച്ച് പുലർത്തിയാൽ, അബൂജഹലിന്റെ വിശ്വാസം നമ്മുടെ നാട്ടിലുള്ളവർ വെച്ച് പുലർത്തിയാൽ അതിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്. ഈമാനിന്റെ 4 ഖായിദകൾ നേരത്തെ ഞാനിവിടെ അതിൽ 4ാമത്തെ ഖായിദ വായിച്ചിരുന്നു. എന്തുകൊണ്ടാണ് വ്യതിയാന കക്ഷികൾ വരുന്നത് എന്ന ചർച്ച ദിവസം ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ അൽ ഖവായിദുൽ അർബഇൽ 4 ഖായിദകൾ പഠിപ്പിക്കുന്നുണ്ട്. അഖീദയുടെ 4ാമത്തെ ഖായിദ അദ്ദേഹം പറഞ്ഞു, അന്ന മുശ്രികീ സമാനിന, നമ്മുടെ ഈ കാലഘട്ടത്തിലെ ശിർക്ക് ചെയ്യുന്നവർ, അഗ്ലദു ശിർകൻ മിനൽ അവ്വലീൻ, നബിയുടെ കാലത്തുണ്ടായിരുന്ന ശിർക്കന്മാരെക്കാളും കഠിനന്മാരാണ്. ലിഅന്നൽ അവ്വലീന യുശ്രികൂന ഫി റഖാ, ആദ്യകാലത്തുള്ളവർ സുഭിക്ഷതയുടെ സന്ദർഭങ്ങളിൽ മാത്രമേ ശിർക്ക് ചെയ്തുള്ളൂ. വയുഖ്ലിസൂന ഫി ശിദ്ദ, ഗത്യന്തര ഘട്ടങ്ങളിൽ അവർ തൗഹീദ് പാലിച്ചവരാണ്. വമുശ്രികൂ സമാനിന, എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഉമ്മത്തിൽ ശിർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ, ശിർക്കുഹും അവരുടെ ശിർക്ക് എന്ന് പറഞ്ഞാൽ ദായിമുൻ ഫി റഖാഇ വശിദ്ദ, ക്ഷേമത്തിലും ക്ഷാമത്തിലും പ്രയാസത്തിലും എളുപ്പത്തിലും ഒരുപോലെ ശിർക്ക് ചെയ്യുന്നവരാണ്. നല്ല ആശ്വാസമുള്ള ഘട്ടത്തിലും അവർ മൊയ്തീൻ ശേഖയെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ, മനമ്പത്തടിഞ്ഞ ബീവിയെ സഹായിക്കണേ എന്നാ പറയുന്നത്. ഒരു ബുദ്ധിമുട്ടുമില്ലാത്തപ്പോഴും അവർ പറയുന്നത് റഖായിലും ശിദ്ദത്തിലും ഒരുപോലെ അല്ലാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. വദ്ദലീലു ഖൗലുഹു തആല, എന്നാൽ മുശ്രിക്കുകൾ സന്നിഗ്ധ ഘട്ടങ്ങളിലെങ്കിലും അല്ലാഹുവെ മാത്രം വിളിച്ചിരുന്നു. തെളിവെന്താ? ഫൈദാ റകിബൂ ഫിൽ ഫുൽകി, കപ്പലിൽ അവർ കയറുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അല്ലാഹുവിന് മാത്രം സമർപ്പിച്ച് അവർ അല്ലാഹുവെ മാത്രം വിളിക്കും. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി, അല്ലാഹു ആ കപ്പലിലെ കെടുതിയിൽ നിന്ന് കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ ഇദാഹും യുശ്രികൂൻ, അപ്പോഴവരത് അല്ലാഹുവിൽ പങ്കുചേർക്കുന്നു, സൃഷ്ടികളെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവര് ആശ്വാസമുള്ള സമയത്ത് സൃഷ്ടികളെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കും. എന്നാൽ വലിയ ദുരിതങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അല്ലാഹുവെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ജാറ വ്യവസായവുമായി നടക്കുന്നവരോ, ജാറപൂജയുമായി നടക്കുന്നവർ, പുപൂരികൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ക്ഷേമത്തിന്റെ ഘട്ടത്തിലും അല്ലാഹു അല്ലാത്തവർ വിളിക്കുന്നു, ക്ഷാമത്തിന്റെ ഘട്ടത്തിലും അല്ലാഹു അല്ലാത്തവർ വിളിക്കുന്നു. ആശ്വാസമുള്ളപ്പോഴും അവർ അല്ലാത്തവർ വിളിക്കുന്നുണ്ട്, പ്രയാസങ്ങളിലെപ്പോഴും അവർ അല്ലാഹു അല്ലാത്തവർ വിളിക്കുന്നുണ്ട്. മക്കയിലെ മുശ്രിക്കുകളെക്കാൾ കടുത്ത ശിർക്കിലാണ് ഇന്ന് മയ്യത്തുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരും ആരാധിക്കുന്നവരും ഔലിയാക്കന്മാർക്ക് നേർച്ച നേരുന്നവരും സൃഷ്ടികളെ പൂജിക്കുന്നവരും അതേപോലെ ഖബറുകളുടെ മുന്നിൽ സുജൂദ് ചെയ്യുന്നവരും. ഇങ്ങനെ മുസ്ലിം ഉമ്മത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളിൽ അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ച നേരുകയും അല്ലാഹു അല്ലാത്തവരിൽ ഭരമേൽപ്പിക്കുകയും അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ ആരുണ്ടോ അവരെല്ലാം തന്നെ മക്കയിലെ മുശ്രിക്കുകളെക്കാൾ പിഴച്ചവരാണ്. അതുകൊണ്ട് അവർ കടുത്ത ശിർക്കിലും കുഫ്രിലുമാണ്. അവരുടെ പണ്ഡിതന്മാർ കടുത്ത ശിർക്കന്മാരും മുശ്രിക്കുകളുമാണ്. അതുകൊണ്ട് അവരുടെ വിധി സ്വീകരിക്കാനോ അവരെ
ഖാദിമാരാക്കാനോ അവരുടെ ഖലാ സ്വീകരിക്കാനോ നമുക്കൊരിക്കലും പാടില്ല എന്നുള്ളതാണ് അഹ്ലുസുന്നയുടെ ആധാരം. എന്നാൽ നമ്മുടെ ഉമ്മത്തിൽ നിന്ന് അപസ്വരങ്ങൾ കേൾക്കുന്നുണ്ട്. എന്തിനാണ് വെറുതെ തർക്കിക്കുന്നത്? എല്ലാവർക്കും കൂടി ഒരു ഖാദി പോരെ. അതുകൊണ്ട് ഖബർ പൂജകനായ ഖാദിയാർ തന്നെ മാസമുറപ്പിക്കട്ടെ. ശരിയല്ല. ഇത് യഥാർത്ഥത്തിൽ മുർജിയത്തിന്റെ വാദത്തിലേക്ക് മടങ്ങിപ്പോകും. മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസത്തെക്കാൾ രൂക്ഷമാണ് ഇന്നത്തെ ഖുബൂരികളുടെ വിശ്വാസം എന്ന മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ അൽ ഖവായിദുൽ അർബയിലെ വാചകം വിശദീകരിച്ചുകൊണ്ട് ഇന്ന് ജീവിച്ചിരിപ്പുള്ള സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ പണ്ഡിതൻ സ്വാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അമ്മാ മുശ്രിക്കു ഹാദ സമാൻ, ഈ കാലഘട്ടത്തിലെ ശിർക്ക് ചെയ്യുന്നവർ, യാനി അതിന്റെ അർത്ഥം അൽ മുതഅഖിരീന അല്ലദീന ഹദസ ഫീഹി മുശ്രിക്കു മിൻ ഹാദിഹിൽ ഉമ്മത്തിൽ മുഹമ്മദിയ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിലെ ശിർക്ക് ചെയ്യുന്നവർ അഥവാ മുസ്ലിങ്ങളായ മുശ്രിക്കുകൾ. ഖുർആനുണ്ടല്ലോ വമാ യുഅ്മിനു അക്സറുഹും ഇല്ലാ വഹും മുശ്രിക്കൂൻ, ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ മുഅ്മിനാകുന്നില്ല എന്ന്. മുഅ്മിൻ എന്ന് പേരുണ്ട്, മുസ്ലിം എന്ന് പേരുണ്ട്, പക്ഷെ അവർ മുശ്രിക്കാണ്. ഇങ്ങനെ മുശ്രിക്കായ ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ഫഇന്ന ശിർകഹും ദായിമൻ ഫിർറഖാഇ വശിദ്ദ. ഇത് യഹൂദികളെ കുറിച്ചല്ല, ക്രിസ്ത്യാനികളെ കുറിച്ചല്ല മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ല പറഞ്ഞത്. നേരെ മറിച്ച് മുസ്ലിം ഉമ്മത്തിലെ ശിർക്ക് ചെയ്യുന്നവർ, ഔലിയാക്കന്മാർക്ക് നേർച്ച നേരുന്നവർ, അവരുടെ പേരിൽ ബലിയറുക്കുന്നവർ, അവരുടെ പേരിൽ സത്യം ചെയ്യുന്നവർ, അവരോട് ഇസ്തിഗാസ ചെയ്യുന്നവർ, മുഹമ്മദ് നബിയെ പാപം പൊറുക്കണേ എന്ന് മുഹമ്മദ് നബിയെ വിളിച്ചുകൊണ്ട് പാപമോചനം തേടുന്നവർ, ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ലാ യുഖ്ലിസൂന ലില്ലാഹി ഫഇന്ന ശിർകഹും ദായിമൻ ഫിർറഖാഇ വശിദ്ദ, അവർ പ്രയാസത്തിലും എളുപ്പത്തിലും ഒരുപോലെ ശിർക്ക് ചെയ്യുന്നവരാണ്. ലാ യുഖ്ലിസൂന ലില്ലാഹ്, ഒരിക്കലും അവർ തൗഹീദ് പുലർത്തുന്നില്ല. വലാ ഫീ ഹാലത്തി ശിദ്ദത്തി, കഠിനമായ സന്ദർഭങ്ങളിൽ, ഗത്യന്തര ഘട്ടങ്ങളിൽ, സന്നിഗ്ധ ഘട്ടങ്ങളിൽ പോലും അവർ തൗഹീദ് സ്വീകരിക്കുന്നില്ല. ബൽ കുല്ലമസ്തദ്ദ ബിഹിമുൽ അംറു, എപ്പോൾ കാര്യങ്ങൾ ക്ലേശവും കഠിനവുമായിരിക്കുന്നുവോ ഇസ്തദ്ദ ശിർക്കുഹും, അപ്പോൾ അവരുടെ ശിർക്ക് കൂടുകയാണ്. മക്കയിലെ മുശ്രിക്കുകൾക്ക് കപ്പൽ മുങ്ങാൻ നേരത്ത് ശിർക്ക് മാറിയിട്ട് തൗഹീദ് വരും. നമ്മുടെ നാട്ടിലെ സമസ്തക്കാരായ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർ കപ്പൽ മുങ്ങാൻ നേരത്ത്, ബസ് അപകടത്തിൽപ്പെടാൻ നേരത്ത്, വിമാനം അപകടത്തിൽപ്പെടാൻ നേരത്ത് അവരുടെ ശിർക്ക് കൂടും. ആ നേരത്തും അബ്ദുൽ ഖാദർ ജീലാനിയെ വിളിക്കുന്നു, CM-നെ വിളിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുക. ബൽ കുല്ലമസ്തദ്ദ ബിഹിമുൽ അംറു ഇസ്തദ്ദ ശിർക്കുഹും, കാര്യം അവരിൽ രൂക്ഷമാകുമ്പോൾ അവരുടെ ശിർക്കും രൂക്ഷമാകുന്നു. വനിദാഉഹും ലിൽ ഹസനി വൽ ഹുസൈനി വഅബ്ദുൽ ഖാദർ വരിഫായി വഗൈരി ദാലിക്, ആ നേരത്തും കഠിനമായ എങ്ങേറ്റം പ്രയാസത്തിന്റെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവെ മാത്രമാണ് വിളിച്ചിരുന്നത് എങ്കിൽ, തൗഹീദാണ് അവർ കൊണ്ടുവന്നിരുന്നത് എങ്കിൽ, നമ്മുടെ നാട്ടിലെ ഈ മുശ്രിക്കുകൾ ഉണ്ടല്ലോ, അവർ യാ ഹസൻ, യാ ഹുസൈൻ, യാ അബ്ദുൽ ഖാദർ, യാ റഫായി എന്നിങ്ങനെ വിളിച്ച് സൃഷ്ടികളെയാണ് അവർ വിളിച്ചു തേടുന്നത്. ഹാദാ ശൈഉൻ മഅറൂഫ്, ഇതറിയപ്പെട്ട ഒരു സംഗതിയാണ്. ഇത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി ഈ വിഷയത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. ഇമാം ഇബ്നു ജരീർ അത്വബരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഹ്ദീബുൽ ആസാർ എന്ന കൃതിയിൽ പറയുന്നു, ഫൈൻ ഖാല ലനാ ഖായിലുൻ വമൻ ഹുമുൽ മുർജിയ, ആരെങ്കിലും മുർജിയാക്കൾ ആരാണ്, വമാ സിഫത്തുഹും, അവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് മറുപടി, ഇന്നൽ മുർജിയതഹും ഖൗമുൻ, അവർ ഒരു ജനതയാണ്, മൗസൂഫൂന ബിഇർജാഇ അംരിൻ മുഖ്തലിഫിൻ ഫീമാ ദാലികൽ അം ഫഅമ്മാ ഇർജാഉഹു ഫതഅഖീറുഹു, അതായത് അവർ അവരുടെ കാര്യങ്ങൾ അത് മറ്റൊരു സമയത്തേക്ക്, അള്ളാഹുവിലേക്ക് ദീർഘമായ ഒരു സമയത്തേക്ക് നീട്ടിവെക്കും. തഅഖീർ എന്നാണ് ഇർജാഇ എന്നതിന്റെ അർത്ഥം. അറബികൾ അർജ ഫുലാൻ എന്ന് പറഞ്ഞാൽ നീട്ടിവെച്ചു, ഒരാളുടെ തീരുമാനം, അയാളെ ശിക്ഷിക്കണോ വേണ്ടയോ, ഈ ആശയം അവർ ഇത് മറ്റൊരു സമയത്തേക്ക് നീട്ടിവെച്ചു എന്ന അർത്ഥത്തിലാണ് ഇർജാഇ എന്ന പദം ഉപയോഗിക്കുന്നത്. ഖുർആനിൽ വാഖറൂന മുർജൗന ലി അംരില്ലാ എന്ന് സൂറത്തു തൗബയിൽ കാണാം. രണ്ട് ആശയം ഇതിനുണ്ട്. റജാ, പ്രതീക്ഷ എന്നർത്ഥം. കുഫർ ചെയ്ത, തിന്മ ചെയ്ത ആളുകൾക്കും അള്ളാഹു പുറത്തു കൊടുത്തേക്കും എന്നുള്ള ഒരു പ്രതീക്ഷ. എന്നാൽ അള്ളാഹു സംശയത്തിന് പഴുതില്ലാതെ പറഞ്ഞിട്ടുണ്ട്, ശിർക്കന്മാർക്ക് അള്ളാഹു മാപ്പ് നൽകുകയില്ല, പ്രതീക്ഷയ്ക്ക് വകയില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി, ശിർക്ക് ചെയ്യുന്നത് അള്ളാഹു പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതിനു താഴെയുള്ളത് അതുതന്നെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, മശീഅത്തിന് കീഴിലാണ്, ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. ഈ രണ്ട് ആശയത്തിലുമാകാം ഇർജ എന്ന പ്രയോഗം വന്നിട്ടുള്ളത്.
ഒന്ന്, അവർ അള്ളാഹു പുറത്തു കൊടുത്തേക്കുമെന്ന പ്രതീക്ഷ. രണ്ട്, അവരുടെ തീരുമാനം അള്ളാഹുവിലേക്ക് നീട്ടിവെക്കുക എന്ന ആശയം. രണ്ടാണെങ്കിലും നമുക്ക് പരിഗണിക്കാൻ സാധ്യമല്ല എന്ന് കൃത്യമായി പറഞ്ഞു. ഇബ്നു ഉയൈന അദ്ദേഹത്തോട് മുർജിയാക്കളെ പറ്റി ചോദ്യമുണ്ടായി. അദ്ദേഹം പറഞ്ഞു, രണ്ടു തരത്തിലാണ്. ഖൗമുൻ അർജൗ അംറ അലിയിൻ വ ഉസ്മാൻ. ആദ്യകാലത്തെ മുർജിയാക്കൾ എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹുവിനെ കുറിച്ചും ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ചുമുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ അതിന്റെ തീരുമാനം മറ്റൊരിടത്തേക്ക് നീട്ടിവെക്കാം എന്ന് പറഞ്ഞവർ. എന്നാൽ ആ സമയത്ത് ആരാണോ അലിയെയും ഉസ്മാനെയും ലംഘിക്കുന്നത് അവർ ദീനിന് എതിരായവരാണ് എന്ന അഹ്ലുസുന്നയുടെ നിലപാടിൽ ഉറച്ചു നിൽക്കേണ്ടിയിരുന്നു. എന്നാൽ അവർ അഹ്ലുസുന്നയിൽ നിന്ന് പുറത്താണ് എന്ന് പറയാൻ കൂട്ടാക്കാത്തവരാണ് ആദ്യകാലത്തെ മുർജിയാക്കൾ. എന്നാൽ ഫഅമ്മൽ മുർജിഅത്തുൽ യൗം, ഇന്നത്തെ കാലത്തെ മുർജിയാക്കൾ ആരാണെന്നറിയാമോ? ഫഹും യഖൂലൂൻ, അവർ പ്രസ്താവിക്കും, അൽ ഈമാനു ഖൗലുൻ ബിലാ അമൽ. ഈമാൻ എന്ന് പറഞ്ഞാൽ പ്രവർത്തനമല്ല, വാക്കു മാത്രമാണ്. അങ്ങനെ പ്രവർത്തനം, വാക്ക്, ഈമാൻ ഉള്ളിലുണ്ടെങ്കിൽ അത് വാക്കുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പ്രവർത്തനം എത്ര വലിയ ശിർക്കാണെങ്കിലും എത്ര വലിയ കുഫറാണെങ്കിലും അവന്റെ കാര്യത്തിൽ വിധി നമ്മൾ പറയേണ്ടതില്ല. അവനെ മുഅ്മിനായി തന്നെ പരിഗണിക്കണം എന്ന് പറയുന്ന ആളുകളെ നിങ്ങൾ കണ്ടാൽ ഫലാ തുജാലിസൂഹും, അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല. വലാ തുആയിക്കിലൂഹും, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. വലാ തുശാരിബുഹും, അവരുടെ കൂടെ വെള്ളം കുടിക്കാൻ പാടില്ല. വലാ തുസല്ലൂ മഅഹും, അവരൊന്നിച്ച് നിസ്കരിക്കാൻ പാടില്ല. വലാ തുസല്ലൂ അലൈഹിം, അവർ മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കാനും പാടില്ല. ഇത്രമാത്രം അഹ്ലുസുന്നയിൽ നിന്ന് ഗുരുതരമായി വ്യതിചലിച്ചു പോയവരാണ് ഇർജാഇന്റെ വാദക്കാരെന്നാണ് താബഈ പ്രമുഖർ പഠിപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഈമാനിൽ അമല് കടന്നു വരികയില്ല എന്നുള്ള ഈ ചിന്തക്കെതിരാണ് ഖുർആൻ. വമാ കാന അല്ലാഹു ലിയുളിയ ഈമാനക്കും, അല്ലാഹു നിങ്ങളുടെ ഈമാൻ പാഴാക്കുകയില്ല എന്ന് ഖുർആൻ പറഞ്ഞത് നിസ്കാരം പാഴാക്കുകയില്ല എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നിസ്കാരം ഈമാനാണ്. നിസ്കാരം നമ്മൾ അമലായിട്ടാണ് ചെയ്യുന്നത്. അത് അമലാണെങ്കിലും അള്ളാഹു നിസ്കാരത്തെ ഈമാനായിട്ടാണ് പരിഗണിച്ചത്. അതുകൊണ്ടാണ് ഖുർആൻ നിസ്കാരം പാഴാക്കുകയില്ല എന്നതിന് വമാ കാന അല്ലാഹു ലിയുളിയ ഈമാനക്കും, ഈമാൻ പാഴാക്കുന്നില്ല എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ, നാണം, ഹറാമുകൾ ചെയ്യാതെ വിട്ടുനിൽക്കുന്ന ആ നാണമുണ്ടല്ലോ അത് ഈമാനാണെന്ന് പറഞ്ഞു. ഹറാമുകൾ ചെയ്യാതിരിക്കുക എന്നുള്ളതൊരു പ്രവർത്തനമാണ്. ലജ്ജ എന്ന പ്രവർത്തനം ഈമാനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുക വഴി ഈമാനിനെയും പ്രവർത്തനത്തെയും വേർപെടുത്താൻ പാടില്ല എന്നാണ് പഠിപ്പിച്ചത്. അഫ്ളലു, ഏറ്റവും വലിയ ഈമാനിന്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ് എന്നറിയാമോ? അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. എന്നാൽ വഅദ്നാഹ, അതിലേറ്റവും നിസ്സാരമായത് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്നൊരു മുള്ളു നീക്കൽ. നടന്നു പോകുന്ന വഴിയിൽ ഒരു പ്രയാസമുണ്ട്, ഒരു മുള്ളുണ്ട്, ഒരു മുട്ടിയുണ്ട്, അതെടുത്ത് നമ്മൾ നീക്കിക്കളഞ്ഞാൽ അത് ഈമാനാണ്. പ്രവർത്തനം ഈമാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു. ഈമാനിൽ ഏറ്റവും ചെറുതെന്താ? വഴിയിലെ മുള്ളു നീക്കലാണ്. ആളുകൾക്ക് നടക്കാനുള്ള പ്രയാസങ്ങൾ നമ്മൾ മാറ്റുകയാണെങ്കിൽ അത് ഈമാനാണ്. അതിന്റെ അർത്ഥം ഒരു മുസ്ലിം ഈ നിയ്യത്തോടുകൂടി ചെയ്യുന്ന അവന്റെ എല്ലാ ഇബാദത്തുകളും അവന്റെ കർമ്മങ്ങളും ഈമാനാണ്. കർമ്മങ്ങളെയും ഈമാനിനെയും വേർതിരിച്ച് അവരെന്ത് കർമ്മങ്ങൾ വേണമെങ്കിലും ചെയ്തു കൊള്ളട്ടെ, അവരുടെ ഈമാനിനെ കുറിച്ച് നമ്മൾ വിധി പറയാൻ പാടില്ല എന്നുള്ള തീരുമാനം അത് അഹ്ലുസുന്നയുടേതല്ല, അത് മുർജിഅത്തിന്റേതാണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഹജ്ജിനെ കുറിച്ച് പറയുന്നിടത്ത് ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്, ആരെങ്കിലും നിർബന്ധമായ ഹജ്ജിനൊരുങ്ങിക്കഴിഞ്ഞാൽ അസഭ്യവാക്കുകൾ പറയാനോ അസാൻമാർഗിക പ്രവർത്തനങ്ങൾ ചെയ്യാനോ തർക്കത്തിലേർപ്പെടാനോ പാടുള്ളതല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഹജ്ജിൽ നിയ്യത്ത് ചെയ്ത് ഇഹ്റാം കെട്ടി ഹജ്ജിലേക്ക് പ്രവേശിച്ചൊരുത്തൻ തെറി പറഞ്ഞാൽ, അനാശാസ്യ പ്രവർത്തനം നടത്തിയാൽ, അനാവശ്യമായി കുതർക്കങ്ങളിൽ മുഴുകിയാൽ അവന്റെ ഹജ്ജ് പൊളിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ കർമ്മങ്ങളെ പൊളിച്ചു കളയാൻ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സാധിക്കുന്നു. പ്രവർത്തനം നമ്മുടെ ഈമാനെ തകർത്ത് കളയുന്നു എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, വ്യഭിചാരത്തിന് പല ഇനങ്ങളുണ്ട്. കണ്ണുകൊണ്ട് വ്യഭിചാരമുണ്ട്, അതേപോലെ കാതുകൊണ്ട് വ്യഭിചാരമുണ്ട്. അന്യപെണ്ണിനെ ആസ്വദിക്കലാണ് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം. അന്യപെണ്ണിന്റെ സംസാരം കേൾക്കാൻ ആഗ്രഹിക്കലാണ് കാതിന്റെ വ്യഭിചാരം. സ്പർശിക്കലാണ് കൈയിന്റെ വ്യഭിചാരം. അവളുടെ അരികിലേക്ക് നടന്നു പോകലാണ് കാലിന്റെ വ്യഭിചാരം എന്നെല്ലാം പറയുന്നിടത്ത് റസൂലുള്ളാഹി പറഞ്ഞു, വൽ ഫർജ് യുസദ്ദിഖു ദാലിക ഔ യുകദിബുഹു, അവന്റെ ആ വ്യഭിചാരത്തെ ജനനേന്ദ്രിയം സത്യപ്പെടുത്തുകയോ കളവാക്കുകയോ ചെയ്യുന്നു. കണ്ടില്ലേ, അമലുകൾ നമ്മുടെ ഈമാനിനെ എപ്രകാരമാണ് ഇല്ലാതാക്കി കളയുന്നത് എന്ന് കൃത്യമായി പഠിപ്പിച്ചു.
അപ്പോൾ അധർമ്മിയുടെ ഹജ്ജ് പൂർണ്ണമാണോ? ഒരിക്കലുമല്ല. അതുകൊണ്ട് തന്നെ അവരുടെ അമലുകൾ എന്തായിരുന്നാലും അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ടല്ലോ, പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നുണ്ടല്ലോ, 5 നേരം നിസ്കരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് മൊയ്തീൻ ശേഖനെ വിളിച്ചാലും ബദരീങ്ങളെ വിളിച്ചാലും ഉറുക്കുന്നൂലും കിട്ടിയാലും ചാവടിയന്തരം നടത്തിയാലും ബിദ്അത്തുകളുടെ പിന്നാലെ പോയാലും അത്തരം ആളുകൾ അവരൊന്നും മുസ്ലിം അല്ലെന്നോ അവരെല്ലാം കുഫ്റിലാണെന്നോ അവരൊക്കെ ശിർക്കിലും ബിദ്അത്തിലും അകപ്പെട്ടിട്ടുണ്ടെന്നോ പറയാൻ പാടില്ല എന്ന ചിന്ത നമുക്ക് വന്നു കഴിഞ്ഞാൽ ബിദ്അത്തുകളെ നമ്മൾ ന്യായീകരിക്കും, ശിർക്കിന് വരെ നമ്മൾ ഇളവ് കൊടുക്കും, അതുവഴി നമ്മുടെ ഈമാൻ തകർന്നു പോകും. അങ്ങനെയുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. ഇവിടെയുള്ള തബ്ലീഗ് ജമാഅത്ത് പോലുള്ള പ്രസ്ഥാനങ്ങൾ ചില കാര്യങ്ങൾ തിന്മകളാണ് എന്ന് തെളിവുകൾ കൊണ്ട് കാണിച്ചു കൊടുക്കുമ്പോൾ അത് തെറ്റായിരിക്കാം, പക്ഷേ അത് ബിദ്അത്തായിരിക്കാം. പക്ഷേ അതൊന്നും കണിശമായി നമ്മൾ പറയേണ്ടതില്ല. നമുക്ക് ഈമാൻ ഉണ്ടായാൽ മതി. അങ്ങനെയാണെങ്കിൽ അള്ളാഹു അത് അവർക്ക് പിന്നീട് മാപ്പ് നൽകിയേക്കുമെന്ന ചിന്ത യഥാർത്ഥത്തിൽ ജനങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാകണം എന്നുള്ള നിലക്കാണ് മറ്റുള്ളവരുടെ പോരായ്മകൾ നമ്മൾ പറയാൻ സമ്മതിക്കാതിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ മറുവശം എന്താണ്? ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ, കുഫർ ചെയ്യുമ്പോൾ, ബിദ്അത്തുകൾ ചെയ്യുമ്പോൾ അവർക്ക് ഇളവ് കൊടുത്ത് അതിനെക്കുറിച്ച് മിണ്ടാതിരുന്ന് അവരിഷ്ടമുള്ളത് ചെയ്തു കൊള്ളട്ടെ, അവർ മുസ്ലിം തന്നെ എന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവിടെ അനൈക്യമാണ്. ഒരേ മതത്തിൽ വ്യത്യസ്ത വിശ്വാസങ്ങൾ, അള്ളാഹുവെ മാത്രം ആരാധിക്കുന്ന ഒരു കൂട്ടർ, ജാറങ്ങളിലുള്ളവരെ ആരാധിക്കുന്നവർ ഒരു കൂട്ടർ, അള്ളാഹുവെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്നവർ, അള്ളാഹു അല്ലാത്തവരെയും വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവർ, ഇത് രണ്ടും കുഴപ്പമില്ല എന്ന് പറയുന്നവർ, ഒരേ ഉമ്മത്തിൽ തന്നെ വ്യത്യസ്ത മനസ്സുകളുള്ളവരായി മാറും. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഐക്യമില്ല. യഹൂദികളെ കുറിച്ച് പറഞ്ഞതുപോലെ തഹ്സബുഹും ജമീഅൻ വഖുലൂബുഹും ശത്താ, കാണുമ്പോൾ ഒരുമിച്ചാണ്, പക്ഷെ അവിടെ കൽബുകൾ വേറിട്ടാണ്. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ കാഴ്ചയിൽ ഐക്യത്തിൽ കണ്ടതുകൊണ്ട് ഒരു കാര്യവുമില്ല. വിശ്വാസത്തിലാണ് ഐക്യമുണ്ടാകേണ്ടത്, ഈമാനിലാണ് ഐക്യമുണ്ടാകേണ്ടത്, അമലുകളിലാണ് ഐക്യമുണ്ടാകേണ്ടത്. അതിന് കുറുക്കു വഴികളില്ല, പ്രമാണങ്ങളിലേക്ക് മടങ്ങണം. അല്ലാത്ത പക്ഷം നമ്മുടെ അഹ്ലുസുന്നയിൽ സ്ഖലിതം വരികയും ഇർജാഇന്റെ പാതയിലേക്ക് നമ്മൾ കയറിപ്പോവുകയും ചെയ്യും. അള്ളാഹു അത്തരം വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ തക്കവണ്ണം ഈമാൻ ശരിയായ രൂപത്തിൽ തെളിവുകളോടെ പഠിക്കുന്ന സച്ചരിതരായ സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫൗസികും സാനിയം വഇയ്യായ ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ശുദ്ധീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ശിർക്കും കുഫറും ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് ഇളവ് കൊടുക്കേണ്ട ബാധ്യതയുണ്ട് എന്ന് ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള സംഭവങ്ങളും ചില നബിവചനങ്ങളുമൊക്കെ അവർ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. അവിടേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. മുർജിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യകാലത്ത് ഒരായത്തോതി, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർ. ഇതുപോലുള്ള ഒരുപാട് ആയത്തുകൾ ഖുർആനിലുണ്ട്, ഹദീസുകളുമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു വിശ്വാസം വേറെ, അമലു സാലിഹ് വേറെ. അതുകൊണ്ടാണ് രണ്ടും വേറെ പറഞ്ഞത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ, അവർക്കാണ് അള്ളാഹു പ്രതിഫലം കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ വിശ്വാസം വേറെ, അമലു സാലിഹ് വേറെ. യഥാർത്ഥത്തിൽ ഇതിന്റെ അർത്ഥം അമലുകൾ വിശ്വാസത്തിൽ നിന്ന് വേറിട്ടാണ് എന്നല്ല. അത് ഖുർആന്റെ ഒരു ശൈലിയാണ്. ഒരു വിഷയം പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് എടുത്തു പറയുക എന്നുള്ളത് ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ആ കൂട്ടത്തിൽ മാത്രമാണ് ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങൾ. അല്ലാതെ അമലി ഈമാനിൽ നിന്ന് വേറെയാണെന്നല്ല. ഏതുപോലെ സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാം 42-ാമത്തെ ആയത്ത്, വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിലി വതക്തുമുൽ ഹഖ്ഖ, നിങ്ങൾ ഹക്കിനെ ബാത്തിലുമായി കൂട്ടിക്കലർത്തരുത്, നിങ്ങൾ ഹക്കിനെ മറച്ചു വെക്കരുത്. ഇത് രണ്ടും രണ്ടാണോ? അല്ല, ഇത് രണ്ടും പരസ്പര ബന്ധമുള്ളതാണ്, ഒരേ ആശയങ്ങളാണ്. അതേപോലെ ഖുർആനിൽ കാണാം ഹാഫിദു അല സ്വലവാത്തി വസ്വലാത്തിൽ വുസ്ത, നിങ്ങൾ എല്ലാ നിസ്കാരങ്ങളും സൂക്ഷിക്കണം, അസർ നിസ്കാരം സൂക്ഷിക്കണം. അപ്പൊ എല്ലാ നിസ്കാരങ്ങളും അസർ പെടൂലേ? അസർ അതിൽ പെടാത്ത മറ്റൊന്നാണെന്ന് പറയാൻ പാടുണ്ടോ? പാടില്ല. അതത് പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. യഹൂദികളെ കുറിച്ച് മൻകാന അദുവ്വലില്ലാഹി വ മലായികത്തിഹി വ റുസുലിഹി വ ജിബ്രീല വ മീകായിൽ, ആരാണോ അള്ളാഹുവിനോടും മലക്കുകളോടും റസൂലുമാരോടും ജിബ്രീലിനോടും മീകായിലിനോടും ശത്രുവാകുന്നത് അവർക്ക് അള്ളാഹുവും ശത്രുവാണ് എന്ന് സൂറത്തുൽ ബഖറയിലെ 98-ാമത്തെ ആയത്തിൽ കാണാം. മലക്കുകളോടും ജിബ്രീലിനോടും എന്ന് പറയുമ്പോൾ മലക്കുകളിൽ നിന്ന് പുറത്താണ് ജിബ്രീൽ എന്നാണോ അർത്ഥം? അല്ല, മലക്കുകളിൽ ജിബ്രീലിനോടാണ് അവർ ശത്രുത കാണിച്ചത്. കാരണം എന്താ? ഏതോ ഒരു ഇസ്രായേലിന് കൊടുക്കേണ്ട വഹി മാറി ഇസ്മായിലിയായ മുഹമ്മദ് നബിക്ക് കൊണ്ടുപോയി കൊടുത്തു എന്നാണ് യഹൂദികളുടെ വിശ്വാസം. ജിബ്രീലിനെ അവർ ശത്രുവായിട്ടാണ് കാണുന്നത്. ജിബ്രീലാണ് ഇവിടെ ഇസ്രായേലിനെ നബിയാക്കാതിരിക്കാനുള്ള കാരണമെന്ന് പ്രചരിപ്പിക്കുന്നവരാണ് യഹൂദികൾ എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ജിബ്രീൽ മലക്കുകളിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കർമ്മം ഈമാനിൽ ഉൾപ്പെടും. ഇതുപോലെ എത്ര വേറെയുണ്ട്. വൈദ് അഖദ്നാ മിനൻ നബിയ്യീന മീസാഖഹും, നബിമാരിൽ നിന്ന് നാം കരാർ സ്വീകരിച്ചു. സൂറത്തുൽ അഹ്സാബിലെ 33-ാമത്തെ സൂറത്തിലെ 7-ാമത്തെ ആയത്താണ്. ഉടനെ പറയുന്നു വമിൻക വമിൻ നൂഹിൻ വ ഇബ്രാഹിം വ മൂസ വ ഈസ ഇബ്നു മറിയം,
നിന്നിൽ നിന്നും മൂസാ നബിയിൽ നിന്നും ഈസാ നബിയിൽ നിന്നും ഇബ്രാഹിം നബിയിൽ നിന്നും നൂഹ് നബിയിൽ നിന്നും ഒക്കെ കരാർ സ്വീകരിച്ചു. നബിമാരിൽ നിന്ന് കരാർ സ്വീകരിച്ചു, നിന്നിൽ നിന്നും സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബി നബിയല്ലേ? ആണ്. അപ്പൊ ഒരു വാചകത്തിൽ രണ്ട് വിഷയം പറഞ്ഞതുകൊണ്ട് മുഹമ്മദ് നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും നബിമാരുടെ കൂട്ടത്തിൽ പെടുകയില്ലെന്നാണോ? അല്ല. എന്നതുപോലെ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ ഈമാനുള്ളവരിൽ അമലു സ്വാലിഹിന്റെ ആളുകൾ ഉൾക്കൊള്ളാതിരിക്കുകയില്ല. ഇവിടെയൊക്കെ വേറെ വേറെ അല്ലാത്തതുപോലെ അവിടെയും വേറെയല്ല. ചുരുക്കി പറഞ്ഞാൽ ഈമാൻ എന്ന് പറഞ്ഞാൽ ഖൗലുൻ ബിൽ ലിസാൻ വഅ്തിഖാദുൻ ബിൽ ജിനാൻ വഅമലുൻ ബിൽ അർക്കാൻ. നാവ് കൊണ്ടുള്ള സംസാരവും ഹൃദയം കൊണ്ടുള്ള വിശ്വാസവും അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനവുമാണ്. ഇതൊരിക്കലും എന്താണ് നമ്മൾ വേർതിരിക്കാൻ പാടില്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം ചേർന്നതാണ് ഈമാൻ. അതുകൊണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു, ഫഇന്ന ഹഖീഖത്ത ദീനി ഹുവ തഅതു വൽ ഇൻഖിയാദ്. ദീനിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് റബ്ബിനെ അനുസരിക്കലും കീഴ്പ്പെടലുമാണ്, പുണ്യം ചെയ്യലാണ്. വദാലിക ഇന്നമാ യതിമ്മു ബിൽ ഫിഅലി ലാ ബിൽ ഖൗലി. വാക്കുകൊണ്ട് മാത്രം അത് പൂർത്തിയാവുകയില്ല, പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടായിരിക്കണം. ഫമൻ ലം യഫ്അൽ ലില്ലാഹി ശൈഅൻ ഫമാ ദാന ലില്ലാഹി ദീനൻ വമൻ ലാ ദീന ലഹു ഫഹുവ കാഫിർ. ആരെങ്കിലും പ്രവർത്തനമില്ലാതെ വാക്കുകൊണ്ട് മാത്രമാണ് ദീനിലേക്ക് വരുന്നത് എങ്കിൽ അവൻ ദീനില്ലാത്തവനും കാഫിറുമാകുന്നു എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ശറഹുൽ ഉംദയിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ശിർക്ക് ചെയ്യുന്നവർ വ്യക്തമായി ശിർക്ക് ചെയ്യുന്നവരാണ് എന്നും വ്യക്തമായി ശിർക്ക് ചെയ്യുന്ന ആളുകളെ മുശ്രിക്കുകളാണ് എന്നും തന്നെ മനസ്സിലാക്കണം. ശിർക്ക് ചെയ്യുന്നവരുടെ പിറകിൽ നിസ്കരിച്ചാൽ നമ്മുടെ നിസ്കാരം ശരിയാവുകയില്ല. അവരറുത്തത് കഴിച്ചാൽ നമ്മുടെ ഭക്ഷണം ഹലാലാവുകയില്ല. ഇത് വളരെ കൃത്യമായ ഒരു നിയമമാണ്. അതുകൊണ്ട് നമ്മുടെ ഈമാൻ സ്വഹീഹായി നിൽക്കണമെങ്കിൽ ശിർക്ക് ചെയ്യുന്നവരെ വേറിട്ട് മനസ്സിലാക്കുക തന്നെ വേണം. വ്യതിയാനം വരുന്ന വിശ്വാസങ്ങളിൽ നിന്നും അറിവും തെളിവും കാരണമായി അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അരിനൽ ഹഖ്ക ഹഖ്കൻ വർസുഖ്ന ഇത്തിബാഅ വഅരിനൽ ബാത്തില ബാത്തിലൻ വർസുഖ്ന ഇജ്തിനാബ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. وآخر دعوانا أن الحمد لله رب العالمين.